ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ നമ്മുടെ സാധനം എന്ന് പറയുന്നത് കപ്പ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആർക്കാ കപ്പ ഇഷ്ടമില്ലാത്തതല്ലേ? നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് കപ്പയും ബീഫും കപ്പയും കോഴിയും കപ്പയും മീനും ഇങ്ങനെ നീണ്ടു പോവില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു സംഭവമാണ്. എന്താണെന്നല്ലേ? അപ്പോൾ ഞാനിവിടെ 2 കപ്പ എടുത്തിട്ടുണ്ട്, 2 കപ്പക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നന്നായിട്ട് എന്താ പറയുക, ഏകദേശം വെള്ളം തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിനെ ഒന്ന് വേവിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം. കപ്പ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വേവ് നോക്കിയപ്പം ഇത്തിരി കൂടി വേവാനുണ്ടായിരുന്നു. ഞാൻ ഓർത്തു അത് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുന്നു, പക്ഷേ ഇത്തിരി കൂടെ വേവണമായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ഒന്ന് വാർത്ത് നമുക്കൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ കുറച്ച് ചിരകിയതെടുത്തിട്ടുണ്ട്. ഇത്തിരി കൂട്ടായാലും കുഴപ്പമില്ല. പിന്നെ ഉള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയുടെ സ്ഥാനത്ത് നല്ല കാന്താരി കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലൂടെ അരയ്ക്കുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പം കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി 5-6 അരിമണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി ഒന്ന് പാകമായി വരും. അത് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ, കടുകിട്ട് പൊട്ടി പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ചുവന്ന മുളക്, കറിവേപ്പില, ഇത്തിരി ഉള്ളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പത്തി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. സാധാരണ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കൂടുതൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ആ അരപ്പിൻ്റെ ഇതെല്ലാം പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അപ്പോൾ ആദ്യം അങ്ങനെ ഇളക്കുമ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോലെ തോന്നും, കുഴപ്പമില്ല. നമുക്കതൊന്ന് 3-4 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചും കൂടെ വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചോട്ടെ. അത് കഴിഞ്ഞ് അത് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് നന്നായിട്ട് വിടർത്തി ചിക്കി ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ആ വെള്ളമെല്ലാം വലിഞ്ഞ് നോർമലായിക്കോളും. പിന്നെ പോയിട്ട് ഇതിൻ്റെ അടിഭാഗം ഇത്തിരി കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കരിഞ്ഞ് പിടിക്കത്തില്ല, എന്നാലും ഇത്തിരി പിടിക്കാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് ശരിയാക്കിയാൽ മതിയാവും. എന്തായാലും നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടെ കമൻറ്റും കേട്ടോ. ടാറ്റാ.